ചപ്പാത്തിയും ചിക്കനും അതെ ഈ നമ്മുടെ ഈ അരിമാവിൽ ചപ്പാത്തി കിട്ടുന്ന സ്ഥലം എവിടെയെങ്കിലും ചപ്പാത്തി എനിക്കറിയാം ഒരു കടയുണ്ട് അരിമാവിൽ ചപ്പാത്തി ഉള്ള കട നിനക്ക് അറിയാമോ? എന്ത് ചോദിച്ചാലും മണ്ടത്തരമേ പറയാവൂ. അരിമാവിൽ ചപ്പാത്തി നിനക്ക് അറിഞ്ഞൂടാത്ത ഒന്നുമില്ലല്ലോ. നീ വാടച്ചതില്ല. ഏയ് കപ്പ എന്തോല? കിലോ 30. 2 കിലോ വയ്ക്കാ? 1/4 കിലോ 30. 1/4 കിലോ 30. കളിയാക്കണോ? ഞങ്ങളുടെ നാട്ടിൽ 15 രൂപയാണ്. പോയേട്ടാ 1/4 കിലോ 30 രൂപ. നല്ല കച്ചവടം ചെയ്യും കേട്ടാ. രണ്ടും ഇറക്കം പാലാണെങ്കിൽ സുരേന്ദ്രൻ മുതലാളി പൈസ ഒന്നും കൊടുക്കാവുണ്ടോ? അതേ കൊടുക്കാവുള്ളൂ. എടോ ലേറ്റസ്റ്റ് മുതലാളിയെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു. എങ്കിലാ കാശിങ് വന്നേരെ. അല്ല അത് ഇന്നല്ല, നാളെ കാശുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് കാണാതിരിക്കുകയായിരുന്നു. കൂടിയ നമ്പർ ഒന്നും എന്റെ എടുക്കണം കേട്ടോ. അല്ല മുതലാളി, ഇന്നിപ്പോ പൈസ അല്ല, നാളെ ഞാൻ ഉറപ്പായിട്ടും കാണാൻ വന്ന് പൈസയും തരും. എങ്കിൽ പിന്നെ ആ കാശ് തന്നേക്കോ. ആ കാശിങ് വന്നേരെ. സത്യമായിട്ടും പൈസ ഇല്ല മുതലാളി. പൈസ ഇല്ല. പിന്നെ ചിക്കൻ വാങ്ങിക്കാൻ വീട്ടിൽ 500 രൂപ മാത്രമേ ഉള്ളൂ. അതെവിടെ? ചിക്കൻ വാങ്ങിക്കാൻ അതില്ല, അത് ഇല്ല മുതലാളി. അയ്യോ മുതലാളി, ചിക്കൻ വാങ്ങിക്കാനുള്ള പൈസ. ചിക്കൻ ഒന്നും അധികം തിന്നണ്ട, അതൊക്കെ വിഷമാ. വിഷമാ വിഷം. ചിക്കനാണോ? ചിക്കൻ അല്ലടാ, നീ വലിയ വിഷമാണ്, വലിയ വിഷം. വല്ല കാര്യമുണ്ടായിരുന്നു നിനക്ക്. ഞാനിനി എന്തോ ചെയ്യും എന്റെ കർത്താവ്. നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് നടക്കുന്നത്? ഈ സഞ്ചി ഞാൻ എന്താടി എനിക്കറിയാമോ, വിളിച്ചു നോക്കട്ടെ. എത്ര നേരെ പോയിട്ട് നീ എപ്പ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എല്ലാം ചെയ്യാനാണോ? അച്ഛൻ ഫോണുണ്ടോ ഇല്ലേ? അടിക്കണ്ട, കട്ടിയോ ഞാനെത്തി. ഇതെവിടെയായിരുന്നു ക്ലീറ്റോ? മണിക്കൂർ 2 തങ്ക ഒന്നും പറയണ്ടടി. അതെ, പഴയ ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ, വരാനുള്ളത് വഴി തങ്ങൂലാന്ന്. അത് ശരിയാ കേട്ടോ. എന്ത് ചെയ്യാനത്? ഒക്കത്തിനും കാരണം ഗോപാലേട്ടനാ. ഗോപാലേട്ടൻ എന്ത് ചെയ്ത്? ഗോപാലേട്ടൻ എന്ത് ചെയ്തു? ഗോപാലേട്ടൻ കട അടച്ചിട്ട് എവിടെ വായി നോക്കാൻ പോയേക്കാ. അതൊരു ഉത്തരവാദിത്വം വേണ്ടേ? ദൈവമേ, സാധനങ്ങൾ മേടിച്ചില്ലേ? ഗോപാലേട്ടൻ കട ഉറക്കാതെ എങ്ങനെ സാധനം മേടിക്കുന്നത്? മാർക്കറ്റിൽ വേറെ ഒരു കടയും ഇല്ല. അതെങ്ങനെ വല്ല കടയിൽ നിന്ന് മേടിച്ചാൽ ശരിയാവോ? ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും മേടിക്കും വെച്ച് അധികമായാലും ഗോപാലേട്ടന് പൈസ കടം പറയാമല്ലോ. അങ്ങനെ ഒരു സമാധാനത്തിലല്ലേ ഗോപാലേട്ടൻ്റെ കടയിൽ ചെന്നത്. ചിക്കൻ കടയും തുറന്നിട്ടില്ല അല്ലേ? അയ്യോ, ചിക്കൻ കടയുടെ കാര്യമൊന്നും പറയണ്ട, അറിഞ്ഞില്ലല്ലേ? വേണ്ട, തമിഴ്നാട്ടിലും ഒക്കെ കോഴികൾക്ക് അസുഖമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് കോഴി വരുന്നില്ല. ചിക്കൻ കട വന്നപ്പോൾ അവിടെ ശൂന്യമായിട്ട് കിടക്കേ. അപ്പോൾ അവൻ തന്നെ, ഉസ്മാൻ തന്നെ പറഞ്ഞ് ഇനിയിപ്പോൾ ഈ മാസം ഒന്നും വാങ്ങിക്കണ്ട, ഒരടുത്ത മാസമൊക്കെ ആകുമ്പോഴേ അസുഖം മാറുള്ളൂ, പിന്നെ മേടിച്ചാൽ മതി. പൈസ ഞാൻ പോയി മേടിച്ചോളാം, അതാ നല്ലത്. എന്നിട്ടാ പൈസയുടെ കാര്യം ഈ ചിക്കൻ കടയായിരുന്നു. ഞാൻ അവനോട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞതും ഇതാ കിടക്കണം ഒരു സ്കൂട്ടർ, ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചു ചെറുക്കനുണ്ടല്ലോ. ഇപ്പോഴും മറ്റേ ഇത് പറഞ്ഞു വേണോ, ഒരൊറ്റ ഇടിച്ച് നേരെ തെറിച്ചു വേണം. ഒരൊറ്റ മനുഷ്യനെ എടുക്കണില്ല. നമുക്ക് വെള്ളം വെള്ളത്തിൽ പോകാതിരിക്കാൻ പറ്റുമോ? ഞാൻ നേരെ സഞ്ചിയും പൈസയൊക്കെ ആയിട്ട് ഓടി ചെന്ന് അവിടെ ചെന്ന് ഇവരെയൊക്കെ പിടിച്ചെടുത്ത് അതിനിടയിൽ ഈ സഞ്ചിയും പൈസയുടെ കാര്യം ഞാനങ്ങ് മറന്നു. ഇതിനിടയ്ക്കും മോഷ്ടിക്കാൻ ആൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഭാഗ്യം അവർക്കൊന്നും പറ്റിയില്ല. അവരെ പിന്നെ ഒരു ഓട്ടോറിക്ഷ കയറ്റി ആശുപത്രിയിൽ വിട്ടു. പൈസ സഞ്ചിയും എവിടെ പോയെന്ന് ഒരു പിടിയില്ല. പറയണ കേക്കും പറയാ, നല്ല കല്ല് വെച്ച നുണയാണ്. അപ്പൊ കൂടുതൽ വേർക്കണ്ട. നിന്നാണ് ഞാൻ എന്റെ തലവേദനയുടെ പകുതി കാരണം നിങ്ങളുടെ ഈ സത്യം ചെയ്ത. എനിക്ക് നിങ്ങൾ പൈസ തരണ്ട, ഒന്നും ചെയ്യണ്ട, ഒരു ഉപകാരം ചെയ്യാമോ? എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ചിക്കൻ കറിയും വേണം, ചപ്പാത്തിയും വേണം, എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ഇനി തല്ലു പിടിക്കാനും വരണില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മനുഷ്യനെ കൊല്ലാനുണ്ടായതാ. എന്റെ പൊന്ന് തന്നെ, ഞാൻ എന്ത് ചെയ്യാനെന്ന് പറയാം. ഒരു നല്ല കാര്യം ഈ കാലത്ത് ആർക്കും ഒരു സഹായം ചെയ്തു എന്ന് പറയുന്നത് ശരിയാ. നിങ്ങൾ ഇങ്ങനെ സഹായിക്കാൻ നിങ്ങൾ അതേപോലെ മഹാത്മാഗാന്ധിയാണോ? ലോകരെ മുഴുവൻ സഹായിക്കാനായിട്ട് അവിടെ ഒരു പൊതുപ്രവർത്തകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഇങ്ങനെ കാണും. ഞാൻ ഏത് നേരത്തെ ഈ മനുഷ്യൻ പൊതുപ്രവർത്തകനായി എന്നുള്ളതാണ്.
ഞാനിപ്പോ എന്താ ചെയ്യണ്ട? അവൻ പൈസ തന്നെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ ക്ലീറ്റോ. അതിപ്പം പ്രത്യേകം പറഞ്ഞേടി റെഡിമെയ്ഡ് ചപ്പാത്തി മേടിക്കരുത് കേട്ടോ, നീ പരത്തി ഉണ്ടാക്കണം, ചിക്കൻ കറി മേടിച്ചോ, വിശന്ന് പൊരിഞ്ഞായിരിക്കും വന്നേന്ന്. ഞാൻ ഇനി എവിടെ നിന്നെടുത്ത് എന്തെടുത്ത് കൊടുക്കും? അല്ലാതെ ഇവിടെ കുറച്ച് അരി മാത്രം ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അരിയുണ്ടോ? ഓ സമാധാനമായി. ഞാൻ അരിയും തീർന്നു എന്നുള്ളൊരു സംശയത്തിലാണ് വന്നത്. അരി ഉണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല തങ്കം. ഈ ഇച്ചിരി നല്ല ഉള്ളി അങ്ങോട്ട് പൊളിച്ച് അതിലിട്ട് പയറും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിയുമെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാലൂടെ പിഴിഞ്ഞൊഴിച്ചു നല്ല അസല് കഞ്ഞി കുടിക്കൂല, എനിക്ക് ചിക്കൻ കറി വേണം. അയ്യോ ചിക്കൻ മാത്രം കൂട്ടി തിന്നാൻ കൊച്ചി രാജാവിന്റെ കൊച്ചുമോളല്ലേ അവള്. ഉള്ള കഞ്ഞി അങ്ങോട്ട് കുടിച്ചാൽ മതി. കുടിക്കൂല. ഞാനൊക്കെ വളർന്നത് കുടിക്കാൻ കഞ്ഞി പോലും ഇല്ലാത്ത അവസ്ഥയിലാ അല്ലേ? ഞാൻ കുടിക്കൂല. കഞ്ഞി തന്നെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. മാത്രമല്ല കഞ്ഞിയുടെ ഔഷധ ഗുണവും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനഃപൂർവ്വം അല്ലല്ലോ തങ്കം, സംഭവിച്ചു പോണതല്ലേ. ഇനിയുണ്ടല്ലോ എന്റെ പേര് തങ്കോന്നാണെങ്കിൽ ഒരു സഹായം ചെയ്തു തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വരൂല. പഠിച്ച് ഞാൻ എന്റെ പൊന്നോ. അതിനാ ഗോപാലേട്ടൻ തന്നെയാണ് കാരണക്കാരൻ. അയാൾ കട തുറന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഡാഡി ആടി എന്റെ മുട്ടായി നീ എന്നെ ഇപ്പൊ വാങ്ങും നീ എൻ്റെ കേട്ടാ. മുട്ടായില്ല, ചിക്കനും ഇല്ല.